കാണാൻ പറ്റും. സാമൻ ഫിഷിന്റെ പ്രത്യേകത അത് ശുദ്ധജലത്തിലാണ്, ഫ്രഷ് വാട്ടറിലാണ് ഇത് ജനിച്ചു വീഴുന്നത്. എന്നിട്ടത് സമുദ്രത്തിലേക്ക് പോകും. എന്നാൽ മുട്ടയിടാറാകുമ്പോൾ തിരിച്ച് ശുദ്ധജലത്തിലേക്ക്, ഫ്രഷ് വാട്ടറിലേക്ക് തിരിഞ്ഞു. അപ്പൊ നമ്മൾ ഓർക്കും അതിനിപ്പോ എന്താ, അങ്ങോട്ട് വന്ന് മുട്ടയിട്ട് പോയാൽ പോരെ? അങ്ങനെയല്ല. അഗൻസ്റ്റ് ദ കറന്റ്, ഒഴുക്കിനെതിരെയാണ് ഇത് നീന്തി കയറേണ്ടത് എന്ന് നോക്കണം. അപ്പൊ ഞാൻ കണ്ടിടത്ത് ഇഷ്ടം പോലെ മത്സ്യങ്ങൾ, അതൊരു ഡാമാണ് താനും, ഇതെങ്ങനെ തിരിച്ചു കയറും? അപ്പൊ ഇത് പല മത്സ്യങ്ങളും നമുക്ക് സങ്കടം വരും. ഈ ഡാമിന്റെ അവിടെ വന്ന് തലതല്ലി ചാകുന്ന പോലെ എടുത്തു ചാടി അതിന്റെ ശരീരമൊക്കെ മുറിവേറ്റ് പിന്നെയും മുകളിലോട്ട് എത്തും. അപ്പൊ ഈ ഡാമിന്റെ സൈഡിൽ ഒരു ചെറിയ വാതിൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കുത്തനെ ഒഴുകി ഇറങ്ങുകയാണ്. അതിനെതിരെ ഈ മീൻ ചാടുന്നതും ഇത് വീണ്ടും നീന്തി മുകളിലോട്ട് കയറുന്നതും നമുക്ക് കാണാൻ പറ്റും. സാൽമൺ ഫിഷ് നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അത്ഭുതം, എ മിറക്കിൾ ഓഫ് വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ. പല വിധത്തിൽ മാതൃകയാണ്. ഇനിയൊരു ക്രിസ്തീയ മാനവും അതിനുണ്ട്.